Hey guys, welcome back to my YouTube channel Talkies. എൻ്റെ യൂട്യൂബ് ചാനൽ എത്ര നാളായാലും ഒരു വീഡിയോസ് ഇട്ടിട്ട് വേറെ ഒന്നുമല്ല, എൻ്റെ അമിതമായ മടി കാരണം തന്നെയാണ് ഞാൻ എൻ്റെ ചാനലിൽ വീഡിയോസ് ഇടാത്തത്, വേറെ ഒന്നും കൊണ്ടല്ല. അപ്പോൾ ഇനി തൊട്ട് റെഗുലർലി എൻ്റെ യൂട്യൂബ് ചാനലിൽ ലോങ് വീഡിയോസും ഷോർട്ട് വീഡിയോസും വരുന്നതായിരിക്കും. ഇത് തന്നെയാണ് ഞാൻ ഏത് ലോങ് വീഡിയോ എപ്പോൾ എടുത്താലും പറയുന്നത്. പക്ഷേ ഇതങ്ങനെയല്ല, ഇത് ഞാൻ എൻ്റെ ഹാർട്ടിൽ ടച്ച് ചെയ്തിട്ട് പറയാണ്. ഓക്കെ, ഫസ്റ്റ് ഞാൻ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ വേറെ ഒന്നുമല്ല, ഞാൻ എൻ്റെ വീട് മാറുകയാണ്. അപ്പോൾ ഞാൻ എൻ്റെ മാഞ്ചസ്റ്ററിലെ വീട്ടിൽ നിന്ന് ഞാൻ ലിവർപൂളിലെ പുതിയ വീട്ടിലോട്ട് പോവാണ്. ഐ നോ ഇറ്റ്സ് ലൈക്ക് നമ്മൾ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരാൻ കാണിച്ച ധൈര്യമൊന്നും അതിന് വേണ്ടാന്ന് എനിക്കറിയാം. പക്ഷെ എന്നാൽ പോലും ഞാൻ ഭയങ്കര ബ്ലാങ്കാണ്, ഭയങ്കര ടെൻസ്ഡാണ്, സ്കേഡാണ്, കൺഫ്യൂസ്ഡാണ്. പക്ഷേ എനിക്ക് ഒരു മാറ്റം വേണമെന്ന് എനിക്ക് നന്നായിട്ട് തോന്നി. കാരണം ഞാൻ ടോട്ടലി ഞാനല്ല ഇപ്പോൾ. അതായത് ഞാൻ UK വന്നിട്ട് കുറേ മാറിയിട്ടുണ്ട്. എല്ലാവരുടെ ലൈഫ് ഇങ്ങനെ തന്നെ ഇരിക്കും, ഇൻഡിപെൻഡൻ്റ് ആയിട്ട്. അതായത് ഒറ്റയ്ക്ക് ഇവിടെ ജീവിക്കുന്നവരുടെ എല്ലാവരുടെ അവസ്ഥ ഇങ്ങനെ തന്നെ ഇരിക്കും. അപ്പോൾ ഈ ഒരു വർഷം കൊണ്ട് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ വേറെ ഒരു ഞാനായി. അതിൽ ഈ ഒരു മാസം ഐ വാസ് നോട്ട് മീ. കുറച്ച് എന്തൊക്കെയോ വിഷമങ്ങളൊക്കെ എൻ്റെ ഉള്ളിലൂടെ പോവായിരുന്നു. സംടൈംസ് ഞാൻ വിഷമിക്കുന്നതിന് കാരണം പോലും എനിക്കറിയില്ലായിരുന്നു. അപ്പം എനിക്ക് മനസ്സിലാവും, ഓക്കെ, ഒരു ചേഞ്ച് ഉണ്ടായാലും മേ ബി അതൊക്കെ അങ്ങ് മാറുമായിരിക്കും. ആൻഡ് ലൈഫിൽ റിസ്ക് ഒക്കെ എടുത്ത് വെക്കണമല്ലോ നമ്മൾ. അപ്പം അതുകൊണ്ട് ഇത് അങ്ങനെ ഒരു വലിയ മാറ്റത്തിന് ഞാൻ ലിവർപൂളിലോട്ട് മാറുകയാണ്. പിന്നെ എൻ്റെ ഫ്രണ്ട്സൊക്കെ അവിടെ കുറച്ച് പേരുണ്ട്. പിന്നെ ഞാൻ എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടിനൊപ്പമാണ് നിൽക്കാൻ വേണ്ടി പോകുന്നത്. ഞങ്ങളൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് അപ്പാർട്ട്മെൻറ്റ് പോലെ അവിടെ എടുത്തിട്ടുണ്ട്. സോ വീടും കാര്യങ്ങളൊക്കെ ഹോം ടൂർ കാണിച്ചു തരാം. പിന്നെ അവിടെ എത്തിയിട്ട് കുറച്ച് വിഷ്വൽസൊക്കെ കാണിച്ചു തരാം. സോ ഇന്നത്തെ വ്ലോഗ് എന്ന് പറയുന്നത് ഹൗസ് ഷിഫ്റ്റിംഗ് വ്ലോഗാണ്. യെസ്, ലെറ്റ്സ് മേക്ക് ദിസ് ഇൻട്രസ്റ്റിംഗ്. ഐ ഡോണ്ട് നോ ഇത് എങ്ങനെ ഇൻട്രസ്റ്റിംഗ് ആക്കി തീർക്കാമെന്ന്. സോ ഞാനിപ്പോൾ തൊട്ട് എല്ലാം പാക്ക് ചെയ്യാൻ വേണ്ടി പോകണം. ബട്ട് ബിഫോർ ദാറ്റ് എനിക്ക് കുറച്ച് അസൈൻമെൻറ്റ് കാര്യങ്ങൾ ചെയ്യാറുണ്ട്. എൻ്റെ ഡിസർട്ടേഷൻ 11-ാം തീയതിയാണ് സബ്മിറ്റ് ചെയ്യണേ. അപ്പോൾ അത് ഒന്ന് ക്ലിയർ ചെയ്ത് കഴിഞ്ഞിട്ട് പയ്യെ ഇതൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കണം. ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. ഇതിൻ്റെ അകത്ത് ഡ്രസ്സുണ്ട്, അതിൻ്റെ അകത്ത് ഇല്ല, അതിൻ്റെ അകത്ത് എൻ്റെ ഡ്രസ്സല്ല. പിന്നെ എന്തൊക്കെയോ ഇതിനകത്തൊക്കെ ഉണ്ട്. പിന്നെ ഈ 3 ഡ്രോയിൽ എൻ്റെ വീട്ടിലിടുന്ന ഡ്രസ്സുകളുണ്ട്. അതിൽ 2 എൻ്റെ വീട്ടിലിടുന്ന ഡ്രസ്സുകളുണ്ട്. പിന്നെ ഇത് മേക്കപ്പ് സാധനങ്ങളൊക്കെ ഇങ്ങനെ വലിച്ചു വാരിയിട്ടേക്കാണ്. അതെല്ലാം കൊണ്ടുള്ളതാണ്. അപ്പോൾ അത് പിന്നെ യെസ്, ഇവിടെ നിങ്ങൾ വിചാരിക്കും ഈ 2 സെറ്റേ ഉള്ളൂ. ഇല്ല, ഇതിൻ്റെ ബാക്കിലും ഇതുപോലെ 2 സെറ്റുണ്ട്. നിറച്ച് ഡ്രസ്സുകൾ, മൈ ജീൻസ്, ടീഷർട്ട്, എവറിത്തിങ് എല്ലാം മിക്സ്ഡ് ആയിട്ട് ഇരിക്കുന്നതെന്ന് തോന്നുന്നു. പിന്നെ ഇതിൽ എൻ്റെ കുറേ ഹാങ്ങേഴ്സിൽ എല്ലാം കിടക്കുന്നതിൻ്റെ ഡ്രസ്സുകളാണ്. പിന്നെ ലുക്ക് ഹിയർ, ഓ മൈ ഗോഡ്, ഇവിടെയും എൻ്റെ ഡ്രസ്സുകൾ. ഇത് അതിൻ്റെ ബാക്കിൽ നിറച്ച് കുന്നുകൂടിയിരിക്കുകയാണ്. ഓ ഗോഡ്, നോക്കൂ. അപ്പോൾ ഇതൊക്കെ എന്താ ചെയ്യാന്ന് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. ഹലോ ഗൈസ്, അങ്ങനെ ഒരു നീണ്ട ഒരു 6 മണിക്കൂർക്ക് ശേഷം ഞാൻ തിരിച്ചു വന്നിരിക്കുകയാണ്. ഞാൻ എന്തോ 4 മണിക്ക് 5 മണിക്ക് എന്തോ ഒതുക്കാൻ തുടങ്ങിയതാണ്. ഇപ്പോൾ സമയം 12 മണി. ഇതുവരെ എൻ്റെ പാക്കിങ് കഴിഞ്ഞിട്ടില്ല. ഞാൻ വിചാരിക്കുന്നു, ഈ ഒറ്റയ്ക്ക് താമസിക്കുന്ന എനിക്ക് ഇത്രയും പാക്ക് ചെയ്യണമെങ്കിൽ ഈ ഫാമിലിയായിട്ടൊക്കെ താമസിക്കുന്നവരുടെ അവസ്ഥ ഉണ്ടല്ലോ, സമ്മതിച്ചിരിക്കണം. സോറി ഗൈസ്, ഈ പൊടിയൊക്കെ അടിച്ചിട്ട് ചുമയും ജലദോഷമൊക്കെ ആയി. ഇനിയുണ്ട്, എനിക്ക് കുറച്ച് ഷൂസും എൻ്റെ ജാക്കറ്റും പിന്നെ കിച്ചണിൽ കുറച്ച് സാധനങ്ങളും ഒക്കെ കൂടി എടുക്കാനുണ്ട്. അതോടെ കഴിഞ്ഞു. പിന്നെ ഒന്ന് ഡബിൾ ചെക്ക് ചെയ്യണം. ഇപ്പോഴത്തെ അവസ്ഥ ഞാൻ കാണിച്ചുതരാം. യെസ് ഗൈസ്, ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. നാട്ടിൽ നിന്ന് വന്നപ്പോൾ ആ 2 പെട്ടിയും പിന്നെ ഇതാ ബാഗും കൊണ്ടാണ് ഞാൻ വന്നത്. ഇപ്പോൾ ഇത്രയും സാധനങ്ങളുണ്ട്. വാവ്. അതിൽ ഇതും ഈ 2 പെട്ടിയും നിറച്ച് എൻ്റെ ഡ്രസ്സാണ്. പിന്നെ ഏതൊരു കവറും കൂടി, ആ കവറാന്ന് തോന്നുന്നു, അതും കൂടി നിറച്ച് എൻ്റെ ഡ്രസ്സാണ്. പിന്നെ അതിൽ ജാക്കറ്റുകൾ. അയ്യോ ഗുഡ് മോർണിംഗ്. അയ്യോ, ഞാൻ ഇപ്പോൾ എഴുന്നേറ്റുള്ളൂ. ഒരു 3 o'clock എന്തായിരുന്നു ഉറങ്ങിയപ്പോൾ. അത്ര നേരം പാക്കിംഗ് ഒന്നല്ലായിരുന്നു, ചുമ്മാ ഇരിക്കായിരുന്നു. എന്നിട്ട് ഉറങ്ങിയപ്പോൾ ആ സമയമായി. പിന്നെ വയ്യ, കോൾഡും കഫൊക്കെയാണ്. അയ്യോ, ഇനി എനിക്ക് കുറച്ച് കാര്യങ്ങളും കൂടി പാക്ക് ചെയ്യാനുള്ളൂ. അത് കഴിഞ്ഞ് എൻ്റെ ഫ്രണ്ട്സ് കുറച്ച് കഴിയുമ്പോൾ വരും. അപ്പം അതിന് മുമ്പ് റെഡി ആവുന്നില്ല. ബ്രഷ് ചെയ്യുക, കുറച്ച് ലിപ്സ്റ്റിക് എടുത്തിടാം, ഡ്രസ് ചെയ്താൽ പോവാം. അത്രേ ഉള്ളൂ. ഞാൻ ഇപ്പോഴും ചെയ്യുകയാണെങ്കിൽ അത് ഓരോ മിളകിൽ
അപ്പം നമ്മളിവിടെ റെഡി ആയിട്ട് ഒരു 3 മണിക്കൂറായി ഇരിക്കാൻ തുടങ്ങിയിട്ട്. ഇപ്പം എത്തും എന്ന് പറഞ്ഞ ഫ്രണ്ട്സ് 3 മണിക്കൂറായിട്ടും എത്തിയിട്ടില്ല. അപ്പം നിങ്ങൾക്ക് ഇതുപോലെ ബോറടിപ്പിച്ച് പോസ്റ്റ് ആക്കുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവർ താഴെ മെൻഷൻ ചെയ്യും. റെഡി ആയിട്ടിരിക്കാൻ എനിക്കാണെങ്കിൽ വയ്യ. ചേച്ചി എന്തോ ചേച്ചിക്ക് എന്താണ് എൻ്റെ വീട് മറ്റത്തെ പറ്റി പറയാനുള്ളത്? ഒന്നും പറയാനില്ല. പറ, സങ്കടപ്പെടും, കരയി ഒട്ടി കരയി ചേച്ചി. എന്റെ യൂട്യൂബ് ചാനലിലെ ഫുൾ വീഡിയോ മാസങ്ങൾക്ക് ശേഷം ഞാൻ ഫുൾ വീഡിയോ ഇടാൻ പോകും. ആണോ? എന്തെങ്കിലും പറയാനെ പറ്റി 2 വാക്ക് പറ. അതെ, നന്ദന നായർ. നന്ദന നാറിയുടെ ഉദ്ദേശിച്ച 2 വാക്ക്. നന്ദന നാറി. ചേച്ചി പടക്കം പൊട്ടിക്കുമ്പോ ഞാൻ പായസം വയ്ക്കാൻ പോവാ. എനിക്ക് പോസ്റ്റ് ആണെങ്കിൽ എനിക്ക് ബോറടിക്കുന്നു. എനിക്ക് ആര് വന്നാലും എനിക്ക് എന്തൊക്കെയാ, ഞാൻ ഭയങ്കര ബ്ലാങ്ക് ആണ് ഗൈസ്. ഞാൻ ചേച്ചിനെ വിട്ടു പോകുന്നതിന്റെ സങ്കടത്തിലാണ്. അതിൻ്റെ ഉള്ളിൽ ഞാൻ നാട്ടിൽ പോകുന്ന ആർക്കറിയാം. ആണ് എന്റെ ഉള്ളിലെ പേടി. ഇല്ല ഗൈസ്, ഇവരിടും പിടിച്ചു നിൽക്കണം. ഇവിടെ 3 ദിവസം നാട്ടിൽ നിന്ന് വെച്ചാൽ ഇവിടുത്തെ പൈസ മൊത്തം ഇവർക്ക് നമ്മൾ ഇവിടുത്തെ പൈസ മൊത്തം നമ്മൾ തിരിച്ച് വാങ്ങി ഊറ്റിയിട്ട് നമ്മളെ നാട്ടിൽ സ്വസ്ഥമായിട്ട് പോകും. അത്രയുള്ള എൻ്റെ അഭിലാഷം. ആർക്കാ വന്നേക്കണേ നോക്കൂ. തന്നെ നശിപ്പിച്ച് കടമാവലി. ഞങ്ങൾ നന്ദനെ പിക്ക് ചെയ്യാൻ വേണ്ടി വന്നതാണ്. കൊള്ളത്തില്ലടാ. അപ്പൊ എന്റെ ഒട്ടും കൃത്യനിഷ്ഠതയില്ലാത്ത 1 മണിക്കൂർ കൊണ്ട് എത്തും എന്ന് പറഞ്ഞിട്ട് ഇത്രയും സമയം കൊണ്ട് എത്തിയ അതിന്റെ നല്ലവരായ കുട്ടികളാണ് ഞങ്ങൾ. നെവർ എത്തിയിരിക്കുകയാണ്. ആൻഡ് നമ്മൾക്ക് ഇത്രയും ഇതൊക്കെ എന്താണ് നിനക്ക് കുറച്ച് സാധനങ്ങളോട് ചേച്ചിനെ പറ്റി 2 വാക്ക്. ഓ, ഞാൻ മാഞ്ചസ്റ്റർ വിട്ട് പോവാണ് ഗൈസ്. ഐ ഫീൽ സോ സാഡ്. മാത്രമല്ല പക്ഷെ ഗായ്സ്, നിങ്ങളൊരു കാര്യം അറിയണം. ദേവിയെ പിണങ്ങിയിരിക്കുകയാണ്. ദേവിയക്ക് ചാർക്കോൾ ഹബ് എന്ന് പറയുന്ന കടയിൽ നിന്ന് ബിരിയാണി വേണമെന്നാണ് പറയുന്നത്. പക്ഷെ ഞങ്ങള് തയ്യാറല്ല. ലിവർപൂളിൽ നിന്ന് മാഞ്ചസ്റ്ററിലേക്ക് തിരിച്ചു പോകുന്നുണ്ട്. എന്റെ ഇവന് മാത്രം 2 പീസ് ഗായ്സ്. ഇവരെപ്പോഴും ഇവിടുത്തെ ചേട്ടൻ 2 പീസ് വെച്ച് കൊടുക്കും, അല്ലെങ്കിൽ വലിയ പീസ്. നമ്മളിനി ചായ കുടിക്കാൻ വേണ്ടി പോവാണ്. ഇന്നൊരു ദിവസം അപ്പൊ അവന് ചായ വേണ്ടെന്നാണ് അവൻ പറയുന്നത്. നിങ്ങൾക്ക് എന്താണ് പറയാനുണ്ടോ? എനിക്ക് ചായയും ഒരു വട്ടയും. അങ്ങനെ നമ്മൾ രാത്രി ചായ വാങ്ങിച്ചിട്ട് ചായ കുടിച്ച് പോവാണ് തണുപ്പത്ത്. പണ്ടായ തണുപ്പത്ത്, അതും ജാക്കറ്റ് പോലും ഇല്ലാതെ. ഞാൻ വ്ലോഗ് നല്ല പ്രോപ്പറായിട്ട് എടുക്കണം എന്നൊക്കെ വിചാരിച്ചാണ്. പിന്നെ ഇന്നലെ രാത്രി പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനുണ്ടായിരുന്നില്ല. ഇവിടെ ഇതിപ്പോൾ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലാണ്. അപ്പോൾ ഞങ്ങൾ അവിടെ പെട്ടിയൊക്കെ എടുത്ത് വെച്ചിട്ട് നമ്മൾ ഇന്നലെ പ്രത്യേകിച്ച് ഒന്ന് കിടന്ന് ഉറങ്ങിയപ്പോൾ 2 മണിയൊക്കെ ആയി. പിന്നെ ഒന്നും വ്ലോഗ് എടുക്കാൻ വേണ്ടി മാത്രമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ ചിലപ്പോൾ നിന്ന് തിരിച്ച് മാഞ്ചസ്റ്റർക്ക് പോകും, കുറച്ച് കാര്യങ്ങൾ ചെയ്യാണ്ട്. അല്ലെങ്കിൽ ഗൈസ്, ഞാൻ അടുത്തൊരു പുതിയ വ്ലോഗായിട്ടിടാം. 30th നമ്മൾ അങ്ങോട്ട് മാറുന്നതും വീട് ഒതുക്കുന്നതും കാര്യങ്ങളൊക്കെ തൊട്ടിട്ട് ഞാനൊരു പുതിയ വ്ലോഗായിട്ടിടാം. സോ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ ഒരു ഡേ ഇൻ മൈ ലൈഫ് ഇൻ ലിവർപൂൾ വാട്ട് എവർ ഇറ്റ് ഈസ് അത് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ് മൈ വീഡിയോ. കമൻറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം എന്ത് തേങ്ങയാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചേക്കണേ. See you all on my next vlog. So until this is me, Nandana. So bye.